ദാ ആംസ്റ്റർഡാം എത്തി. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ, പിന്നെ സിറ്റിയിൽ നിന്നും മാറി വളരെ മനോഹരമായൊരു സ്ഥലത്ത്, നെയ്ക്കർക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. ഇവിടെ ഒരു ദിവസത്തെ സ്റ്റേ മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്ക് ഔട്ടാണ്. ഹോളണ്ട് എന്നും വിളിക്കുന്ന നെതർലൻഡ്സിൻ്റെ 26% സീ ലെവലിന് താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കനാലുകൾ കാണാനായിട്ട് സാധിക്കും. 16th സെഞ്ച്വറിയാണ് ഡച്ച് എന്ന് വിളിച്ചിരുന്ന നെതർലൻഡ്സിൻ്റെ ഗോൾഡൻ പീരീഡ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് വെസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഭാരതത്തിലെ പല ഭാഗങ്ങളും കോളനികളാക്കി വെച്ചത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ആംസ്റ്റൽ നദിയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ചീസ് ആൻഡ് ക്ലോഗ് ഫാക്ടറി, റെംബ്രൻഡ് ഹോവ് ചീസ് ആൻഡ് ക്ലോഗ് ഫാക്ടറിയാണ് ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത്. നെതർലൻഡ്സിൻ്റെ ചീസ് ലോക പ്രശസ്തമാണ്. ഫാക്ടറി എത്തിക്കഴിഞ്ഞു. തികച്ചും ഒരു ഗ്രാമം. ഇവിടെ കർഷകർ ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള ഈ ഷൂവിനെയാണ് ക്ലോഗ് എന്ന് പറയുന്നത്. നല്ലതരം ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ചീസ് പ്രോസസ്സിങ്ങിൻ്റെ ഡെമോ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. Ladies first one. Come close. Don't be scared. Mommy, lady, come. You are little. അടുത്തത് ക്ലോഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് ഞങ്ങൾക്ക് വളരെ കൗതുകകരം തന്നെയായിരുന്നു. The Netherlands has only a few sheep. Reason why is simple. They are. What is lamb? Oh, your Hindi improving now. Eh? Yes, oh, it's nice. Yellow working, red for dancing. Then we also have them for the... Very nice
Wait, cheese wait, is wait, all wait, wait. veg. Wait. Can I take Yes, video? of course. But then you have to eat it. Yes, Eat. of course, we'll taste it. So natural cheese, mustard seeds, pepper. ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പിംഗ് smoked cheese. ഇവിടെ Yeah, നിന്നായിരുന്നു. mustard, എല്ലാവരും garlic. ചീസും ക്രോക്കറീസും സോവനീസും എല്ലാം Oh, വാങ്ങി. yummy cheese. It's all veg. നെതർലൻഡ്സിൻ്റെ ഒരു ഐക്കോണിക് സിംബലാണ് വിൻഡ്മിൽ. പണ്ട് കാലത്ത് ലോ ലാൻഡിൽ നിന്നും വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും വിൻഡ്മിൽ ഉപയോഗിച്ചിരുന്നത്. നമുക്കൊരു 17th സെഞ്ച്വറി ബിൽറ്റ് വിൻഡ്മില്ലൊന്ന് കണ്ടു നോക്കാം. ൽ നിർമ്മിച്ചിട്ടുള്ള ഈ വിൻഡ് മില്ല് ഇപ്പോൾ സാറ്റർഡേ സൺഡേ കാറ്റ് ഫേവറബിൾ ആണെങ്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വിൻഡ് മില്ലാണ്. ഇതിനകത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. ഇനി ആംസ്റ്റർഡാം സിറ്റിയിലേക്ക് കനാൽ ക്രൂസിന് വേണ്ടി. ഡാം ഓൺ ദ റിവർ ആംസ്റ്റൽ ആണ് ആംസ്റ്റർഡാം ആയിട്ടുള്ളത്. നെതർലൻഡ്സിലെ നോർത്ത് ഹോളണ്ട് പ്രോവിൻസിലാണ് ആംസ്റ്റർഡാം വരുന്നത്. കനാലുകളുടെ എണ്ണം കാരണം ആംസ്റ്റർഡാമിനെ വെനീസ് ഓഫ് നോർത്ത് എന്നും വിളിക്കാറുണ്ട്. നൂറ്റൻപത് നാഷണാലിറ്റീസ് ഒന്നിച്ച് താമസിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ സിറ്റി ആണെങ്കിലും റോഡിൽ എല്ലാം ആള് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഹർത്താൽ പോലെ ഫീലിംഗ്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി 25% പേരും ഉപയോഗിക്കുന്നത് സൈക്കിളാണത്രേ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് വെറും 5%. കനാൽ ക്രൂസിന് വേണ്ടിയിട്ടുള്ള ഫെറി എത്തി. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നെതർലൻഡ്സിൻ്റെ ക്യാപിറ്റലായ ആംസ്റ്റർഡാമിൽ ഏകദേശം 100 കിലോമീറ്റർ നീളത്തിൽ കനാലുകളുണ്ട്. ഇതിൽ പലതും നാച്ചുറൽ കനാലുകളായിട്ട് കണക്ട് ചെയ്തിട്ട് 17th സെഞ്ച്വറിയിൽ നിർമ്മിച്ചെടുത്തതാണ്. അങ്ങനെ കനാൽ റിങ് ആംസ്റ്റർഡാം സിറ്റിയെ ഒരു കിടങ്ങ് പോലെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കനാല്, അതിനെ പറയുന്നത് ബ്രൂവർ ഗ്രാഷ് എന്നാണ്. അങ്ങനെ തന്നെയാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. അത് സീപോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന കനാലാണ്. അതിൻ്റെ കരയിലായിരുന്ന അത്രയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെയർ ഹൗസസ് എല്ലാം നിലനിന്നിരുന്നത്. ഈ വെയർ ഹൗസസ് എല്ലാം ഇന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ കനാൽ റിങ്ങിൻ്റെ കരയിലായിട്ട് ഏകദേശം 1500-ലധികം മോണുമെൻ്റൽ ബിൽഡിങ്സ് ഉണ്ട്. അതുപോലെ ധാരാളം ഹൗസ് ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ കനാൽ ക്രൂസ് ഞങ്ങൾക്ക് ശരിക്കും ഒരു പുതിയ സംസ്കാരം അടുത്തറിയാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു.
ക്രൂസിന് ശേഷം ഇനി ലഞ്ച്. അടുത്ത വിസിറ്റ് ഒരു മിനിയേച്ചർ പാർക്കാണ്, മധുരോധാം. നെതർലൻഡ്സിലെ ഹേഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ പാർക്ക്. ഇത് നെതർലൻഡ്സിലെ മെയിൻ എയർപോർട്ടായ ഷിഫോൾ എയർപോർട്ട്. നെതർലൻഡ്സിൻ്റെ ഒരു റിയലിസ്റ്റിക് വ്യൂ തരുന്ന ഈ പാർക്ക് 1952 ഓപ്പൺ ചെയ്യുന്നത്. നാസി ഓക്യുപ്പേഷനെതിരെ പൊരുതി 1945 വീരചർമ്മം അടഞ്ഞ ജോർജ് മദുരോയുടെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ജോർജ് മദുരോ ഡച്ച് റെസിസ്റ്റൻസ് ആർമിയിലെ ലെഫ്റ്റനൻ്റ് ആയിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. Misschien wel het vrolijkste oorlogsmonument ter wereld. Mag je laten zien. Het verhaal van George vormt het begin van een inspirerende reis langs de grote verhaal. ആംസ്റ്റർഡാമിൽ നിന്ന് 45 മിനിറ്റ് മാത്രം അകലത്തിലാണ് ഈ പാർക്ക്. നെതർലൻഡ്സിലെ ബിൽഡിങ്സ്, സ്ട്രക്ചേഴ്സ് 1:25 സ്കെയിലിലാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. മിനിയേച്ചർ പാർക്ക് കണ്ട് ആരും അത്ര ഇംപ്രസ്ഡ് ആയിരുന്നില്ല. പക്ഷെ ആർട്ട് സെക്ഷനിലേക്ക് വന്നപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഡച്ച് മാസ്റ്റർ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ 3D ഇൻസ്റ്റലേഷനിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നു. തട്ടണനുസരിച്ചല്ല തോന്നുന്നു. ഡച്ച് പെയിൻറ്റർ വാൻഗോഗിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ 3D റെപ്ലിക്ക ഞങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഇതാണത്. അതുപോലെ 17th സെഞ്ച്വറി പെയിൻറ്റർ റെംബ്രാൻഡിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ 3D ഇൻസ്റ്റലേഷൻസും അവിടെ കാണാനായിട്ട് സാധിച്ചു.
പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ. ഇതോടുകൂടി ആംസ്റ്റർഡാമിലെ ഞങ്ങളുടെ വിസിറ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ അക്കോമഡേഷൻ ഞങ്ങൾക്ക് ബ്രസൽസിലാണ്. ഡിന്നറിന് ശേഷം ബ്രസൽസ് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടൽ വാൻഡർ വാക്കിലേക്ക്. റൂമെല്ലാം സെറ്റിലായതിന് ശേഷം ഞങ്ങൾ 4-5 പേര് കൂടി ഒന്ന് പുറത്തിറങ്ങി, ഒന്ന് കറങ്ങാൻ പുറത്തിറങ്ങി. ഒരു രസത്തിന്. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെയാണ്. ഇനി നാളെ ലക്സംബർഗിൽ വെച്ച് കാണാം. ബൈ.